أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. إنا هديناه السبيل إما شاكرا وإما كفورا. വേദിയിലിരിക്കുന്ന
ആദരണീയരായ നേതാക്കന്മാരെ, പയ്യോളി അങ്ങാടിയിലെ സമ്മേളനത്തെ സാഗൂതം വീക്ഷിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വ്യത്യസ്ത മതത്തിലും ആദർശത്തിലുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ സഹൃദയരെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് പല സന്ദർഭങ്ങളിലും ഈ പ്രദേശത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഇന്ന് വീണ്ടും ഇവിടെ ഈ നാട്ടുകാരെ കാണാനും മാനവ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയുള്ള ചില വാചകങ്ങൾ സ്വദേശപൂർവമായി പറയുവാനും അള്ളാഹു അവസരം നൽകിയിട്ടുള്ളത്. സർവശക്തനായ സർവാധിനാഥനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആരാണ് മനുഷ്യൻ, അതുപോലെ എന്താണ് മതം? ആരാണ് മനുഷ്യൻ, എന്താണ് മതം? ആധുനിക കാലഘട്ടത്തിലെ ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. ഒന്ന്, ആരാണ് മനുഷ്യൻ? വേണമെങ്കിൽ നമുക്കെല്ലാവർക്കും എന്ത് പറയാം? കുരങ്ങിൽ നിന്നുണ്ടായ ഒരു സൃഷ്ടി, ഈ മണ്ണിന്റെ ഭാഗമായ ഒരു സൃഷ്ടി. മനുഷ്യനെ ലൈംഗിക ജീവിയായി കാണുന്നവരുണ്ട്, ഒരു സാമ്പത്തിക ജീവിയായി കാണുന്നവരുണ്ട്, കേവലം ഒരു ഭൗതിക ജീവി എന്നതിനപ്പുറത്തൊന്നുമല്ല മനുഷ്യൻ എന്ന് പറയുന്നവരുണ്ട്. ആത്മാവിൻ്റെയും മണ്ണിൻ്റെയും ഭാഗമാണ് മനുഷ്യൻ എന്ന വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തെ രൂപപ്പെടുത്തുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടവനാണ്. ആനയെ ആനയായി സൃഷ്ടിച്ച പോലെ, പശുവിനെ പശുവായി സൃഷ്ടിച്ച പോലെ, സിംഹത്തെയും പുലിയെയും അതിൻ്റെ ഘടന നൽകി സൃഷ്ടിച്ച പോലെ, മനുഷ്യൻ എന്ന ഒരു സ്വതന്ത്ര സൃഷ്ടി, അതൊന്നും വാല് മുറിഞ്ഞുണ്ടായതല്ല, കഴുത്ത് പൊട്ടിയിട്ടുണ്ടായതല്ല, എല്ല് ഉയർന്നപ്പോണ്ടായതല്ല, കൈ ലൂസായപ്പോണ്ടായതല്ല. മനുഷ്യൻ എന്ന നിലയിൽ തന്നെയാണ് ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ കുരങ്ങിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് ആധുനിക ലോകത്ത് ഒരു നിലയും വിലയുമില്ല. ആധുനിക സയൻസ് അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ദ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന സംഗതിയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ മാത്രമാണ് എന്ന് വളരെ കൃത്യമായി ആധുനിക ലോകം നിരീക്ഷിക്കുന്നുണ്ട്. ആ രംഗത്ത് പ്രവർത്തിച്ച ചില ശാസ്ത്രകാരന്മാർ കളവ് പറഞ്ഞതാണ് എന്നും ലോകം ഇന്ന് വിലയിരുത്തുന്നുണ്ട്. HMS ബീഗൾ എന്ന കപ്പലിൽ 20 കൊല്ലക്കാലത്തെ തൻ്റെ യാത്രയിൽ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ കണ്ട ജീവജാലങ്ങൾക്കിടയിലുള്ള വൈജാത്യങ്ങളെ വിലയിരുത്തി, ഒരേ സ്പീഷീസിൽപ്പെട്ടിട്ടുള്ള വർഗങ്ങളുടെ വ്യത്യാസങ്ങളെ, വൈജാത്യങ്ങളെ, ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങളെ ഗൗരവമായി വിലയിരുത്തിയ പഠന നിരീക്ഷണ മനനങ്ങളെല്ലാം നടന്നപ്പോഴും ഓരോ പ്രദേശത്തിന് അനുയോജ്യമാണ് ആ ജീവിയുടെ ഘടന എന്ന് ചാൾസ് ഡാർവിൻ പറയുന്നുണ്ട്. നല്ലൊരു നിരീക്ഷണമാണ്. ഓരോ ഭൂമിക്കനുസരിച്ചും ജീവജാലങ്ങൾക്ക് ഘടനാ വൈഭവങ്ങൾ നൽകി എന്നത് ഗൗരവമായ പഠനത്തിന് വരേണ്ട ഒന്നാണ്. ആര് ഭൂമിശാസ്ത്രപരമായി ജന്തുലോകങ്ങളെ ഏർപ്പെടുത്തി എന്നത് ഗൗരവമായ ഒരു പഠനത്തിന് വരേണ്ടതാണ്. ലോകത്ത് നിങ്ങൾക്കറിയാം, ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുകയാണ് ഫ്ലൈറ്റുകൾ, കോൺകോർഡ് വിമാനങ്ങൾ, പല നിലക്കുമുള്ള സംവിധാനങ്ങൾ. ഇന്ന് ആധുനിക വ്യോമയാന രംഗത്ത് പക്ഷികൾ ലാൻഡ് ചെയ്യുന്ന പോലെ റൺവേ ഇല്ലാതെ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിലാണ് ആധുനിക ലോകം ഇന്ന് എത്തി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ പക്ഷികൾ പറന്നു വന്ന് ലാൻഡ് ചെയ്ത് അവിടെ തെന്നിപ്പോകാതെ എങ്ങനെ 2 കാലുകൊണ്ടത് അതിനെ ഉറപ്പിച്ചു നിർത്തുന്നു, അതിനെ ചിറകെങ്ങനെ സഹായിക്കുന്നു എന്നത് പഠിച്ചിട്ടാണ്
അതായത് പക്ഷിയെ ടോട്ടൽ പകർത്തിക്കൊണ്ടാണ് വരാനിരിക്കുന്ന വിമാനങ്ങൾ. അപ്പൊ റൺവേ പ്രശ്നമില്ല. കരിപ്പൂരും മംഗലാപുരത്തു നിന്നുള്ള റൺവേ പ്രശ്നങ്ങളില്ലാതെ ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ട് ഒരു 10 മീറ്ററിനുള്ളിലായിട്ട് അതിനെ പിടിച്ചവിടെ നിർത്താൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനമാണ് ആധുനിക ലോകത്ത് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോളങ്ങളിലെ ചലനങ്ങളെ സംബന്ധിച്ചുള്ള അതീവമായ പഠനങ്ങൾ ആധുനിക ലോകത്ത് നിലനിൽക്കുകയാണ്. ഹ്യൂമൻ ഫിസിയോളജി, സ്വതന്ത്രമായ ഒരു മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പഠനശാഖ ഇന്ന് മാറി. ഒഫ്താൽമോളജി, കാർഡിയോളജി, അതുപോലെ തന്നെ പലതും ഓരോ ശരീരത്തിന്റെ വ്യത്യസ്ത ആന്തരിക അവയവങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ, അനാട്ടമി, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ രൂപങ്ങളിൽ മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഇഞ്ചുകളെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാനപരമായി മനുഷ്യൻ ജന്തുക്കളിൽ നിന്ന് വിഭിന്നമാകുന്നത് എവിടെയാണ് എന്നത് ഗൗരവകരമായ പഠനങ്ങൾക്ക് വരേണ്ടതാണ്. ജന്തുലോകങ്ങളെ പോലെ മനുഷ്യർ ചത്തൊടുങ്ങുമോ? മണ്ണിന്റെ ഭാഗമായി തീരുമോ? മനുഷ്യർ ഈ മണ്ണിന്റെ ഭാഗമായി തീരുമോ? പൂത്തും കാളയും പശുവും പന്നിയും തേളും ഏകകോശജീവിയായ ഹമീബയും ബഹുകോശജീവിയായ നീലത്തിമിംഗലും ഒക്കെ ജീവിച്ച് മണ്ണിന്റെ ഭാഗമാകുന്ന പോലെ മനുഷ്യനെന്ന മഹാദിശണാശാലി, മനുഷ്യനെന്ന പ്രബോധകൻ, മനുഷ്യനെന്ന പ്രഭാഷകൻ, മനുഷ്യനെന്ന ശാസ്ത്രകാരൻ, മനുഷ്യനെന്ന അധ്യാപകൻ, മനുഷ്യനെന്ന രാഷ്ട്രീയ മീമാംസകൻ, മനുഷ്യനെന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ, മനുഷ്യനെന്ന ഗവേഷകൻ, മനുഷ്യനെന്ന കവി, മനുഷ്യനെന്ന ഭർത്താവ്, മനുഷ്യനെന്ന പിതാവ്, മനുഷ്യനെന്ന മകൻ, മനുഷ്യനെന്ന വിപ്ലവകാരി, മനുഷ്യനെന്ന കമാൻഡർ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന മനുഷ്യനെന്ന മഹാസംഭവം പോത്തിനെ പോലെ കാളയെപ്പോലെ ഈ മണ്ണിന്റെ ഭാഗമായി തീരുമോ? എത്ര ചിന്തിച്ചാലും നമുക്ക് ഒടുക്കമില്ലാത്ത ഒരു കാര്യമാണത്. നിങ്ങൾ നോക്കി, ഇപ്പൊ വെക്കേഷനാണ്. ആർക്ക്? ജന്തുക്കൾക്കാണോ? ആടിനും കാളക്കും പശുവിനും പോത്തിനും എരുമക്കുമാണ് വെക്കേഷൻ? അല്ല, നമ്മുടെ വിദ്യാർത്ഥികൾക്കാണ്, നമ്മുടെ മക്കൾക്കാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. ലോകത്തെ ജീവജാലങ്ങൾ ഏത് പള്ളിക്കൂടത്തിലാണാവോ LKG UKG പൂർത്തിയാക്കിയത്? ഏത് പള്ളിക്കൂടത്തിലാണ് അവർ SLC പാസ്സായത്? എവിടെയാ അവർ ഡിഗ്രിക്ക് പഠിക്കുന്നത്? എവിടെയാ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് അവർ അപേക്ഷിക്കുന്നത്? എവിടെയാ മെഡിക്കൽ എൻട്രൻസിന് അവർ കോഴ്സ് ചെയ്യുന്നത്? ഒന്നുമില്ല. അതിനൊക്കെ വിധിക്കപ്പെട്ട ജന്മം മനുഷ്യനെന്ന മഹാസൃഷ്ടി. ആ മനുഷ്യനെന്ന മഹാസൃഷ്ടി മരിച്ചാൽ ജന്തുക്കളെ പോലെ. അപ്പൊ ജീവിതകാലത്ത് ഇതൊക്കെയോ? 3 or 4 പെൺകുട്ടിയുള്ള ഒരു ബാപ്പാക്ക് ആ മോളെ കെട്ടിക്കണവരെ എന്തൊരു ചെലവേദനയാണ് ലോകത്ത്, എന്തൊരു പ്രയാസമാണ്. പട്ടി എറ്റുപറ്റൂ എന്ന് കേട്ടാൽ പട്ടിക്ക് എന്ത് LKG, എന്ത് UKG, എന്ത് കുട്ടീൻ്റെ കല്യാണം? ജന്തുലോകത്ത് അതൊന്നുമില്ല. എങ്കിൽ നമ്മളെക്കാൾ ഭാഗ്യവാന്മാർ ജന്തുക്കളാണ് എന്ന് പറയേണ്ടി വരും. മതം വേണ്ട, ദൈവം വേണ്ട, മരണാനന്തര ജീവിതമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഹതഭാഗ്യൻ മനുഷ്യനാട്ടോ. പട്ടി എത്രയോ ബെറ്ററാണ്. കുരങ്ങും പട്ടിയും പന്നിയും മനുഷ്യനേക്കാൾ ബെറ്ററാണ്. അത് പറയേണ്ടി വരും, അത് സമ്മതിക്കേണ്ടി വരും. ഭക്ഷണത്തിന് വേണ്ടി നമ്മളെപ്പോലെ പ്രവാസി ജീവിതം നയിക്കേണ്ടി വന്നിട്ടുണ്ടോ? ജന്തുലോകത്തിന് പാസ്പോർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? നാടും വീടും കുടുംബവും ഭാര്യയും മക്കളും തറവാടും പള്ളിക്കൂടവും വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടോ? അറബികളുടെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു പോത്ത് ഡോക്ടറായി വർക്ക് ചെയ്യുന്നുണ്ടോ അവിടുത്തെ ഹോസ്പിറ്റലിൽ? ഉണ്ടോ? പ്രവാസി ജീവിതത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ, വിദേശങ്ങളിൽ എവിടെയെങ്കിലും ഇല്ല. മനുഷ്യൻ മാത്രമാണല്ലേ അതൊക്കെ. എങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ തിന്നാനും കുടിക്കാനും വേണ്ടിയാണ് അതൊക്കെ എങ്കിൽ ഇതേ തീറ്റയും കുടിയും മൃഗങ്ങളും ചെയ്യുന്നുണ്ടല്ലേ? പഠിച്ചിട്ടാണോ? അവ ഭക്ഷിക്കുന്നത് പഠിച്ചിട്ടാണോ? അല്ല, അല്ല. ഏതെങ്കിലും ഒരു നോക്കൂ നിങ്ങൾ, ഏതെങ്കിലും ഒരു നായ കഞ്ചാവ് അടിച്ചിട്ട് പയ്യോളി അങ്ങാടിയിൽ മറഞ്ഞു കിടന്നിട്ടുണ്ടോ? ഞാൻ ഇന്നലെ കണ്ണൂരായിരുന്നു എന്റെ പ്രോഗ്രാം. അത് കഴിഞ്ഞു വരുമ്പോ മാഹി പാലത്തിൽ ഉടുതുണി ഉരിഞ്ഞു കിടക്കുകയാണ്. പേട്ടവെള്ളം കുടിച്ചിട്ട് മനുഷ്യനെന്ന ഈ മഹാബുദ്ധിജീവി കാട്രായി അടിച്ചിട്ട് ഉടുതുണി ഉരിഞ്ഞു കിടക്കുകയാണ് യുവാക്കള്. എവിടെ? മാഹി പാലത്തിന്റെ സൈഡുകളിൽ. അതിന്റെ തൊട്ടപ്പുറത്ത് പട്ടിയുണ്ട്. ഓൻ 2 കണക്കാണ് ജന്മം കൊണ്ട്. എന്തിനാ ഈ ജന്മം എന്ന് ഗൗരവമായി ആലോചിച്ചിട്ടുണ്ടോ? കള്ളു കുടിച്ച് വാ പൊളന്ന് കിടന്നിട്ട് നായ മൂത്രയിക്കുക വായിലേക്ക്. മനുഷ്യൻ എന്ന ഈ മഹാബുദ്ധിജീവി. മതം വേണ്ടാന്ന് പറയാം, ദൈവം വേണ്ടാന്ന് പറയാം, പരലോകം വേണ്ടാന്ന് പറയാം. മനുഷ്യനെ നന്നാക്കാൻ എന്തുണ്ട് കൈകളിൽ?
മതനിഷേധികളുടെ കൈകളിൽ എന്തുണ്ട്? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? മനുഷ്യൻ എന്ന ഈ മഹാ സൃഷ്ടിയെ എന്താ ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവിക ഗ്രന്ഥമായ ഖുർആൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഖുർആനിൽ. മനുഷ്യൻ ഖുർആൻ പറയണേ സൂറത്ത് ഇൻസാൻ, സൂറത്ത് അന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ. ഇവിടെ ഖുർആൻ പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന അധ്യായം സൂറത്ത് ദഹർ, കാലം തന്നെയാണ് എന്ന് പറയുന്ന ആ സംഭവം, മനുഷ്യൻ എന്ന മഹാ സംഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഹല്ലതാ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്ഖൂറ, പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ അവന്റെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലേ? അവനൊന്നും ആയിരുന്നില്ലല്ലോ, ഈ മണ്ണിന്റെ ഭാഗം പോലും ആയിരുന്നില്ലല്ലോ. മാധവി ചേച്ചിയുടെയും കല്യാണമ്മയുടെയും മകനായി സുരേന്ദ്രനായി ജനിച്ച് അഡ്രസ്സുള്ള മകനാകുന്നതിന് മുമ്പ് ഈ മണ്ണിന്റെ ഭാഗം പോലും ആയിരുന്നില്ലല്ലോ എന്ന് കൃത്യമായി ദൈവിക ഗ്രന്ഥം ചോദിക്കണം. ഹല്ലതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്ഖൂറ, പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ അവന്റെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലേ? ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഖുർആൻ പറയാൻ മിശ്രിതമായ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്, പുരുഷ ബീജത്തിൽ നിന്നും സ്ത്രീയുടെ അണ്ഡവും രണ്ടും കൂടിച്ചേർന്ന് സൈക്കോട്ടായി. എല്ലാവർക്കും അറിയാം ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു മനുഷ്യന്റെ തുടക്കം അല്ലേ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഗീദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഹ്റാ. മണ്ണിന്റെ ഭാഗമായിരുന്നു, മണ്ണിലേക്ക് അത് കൊണ്ടുപോയി വെക്കുക, മണ്ണിന്ന് തന്നെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച സൃഷ്ടി മണ്ണിലേക്ക്, മനസ്സിലായില്ലേ? ആ സൃഷ്ടിയെ മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്നു, ആ സൃഷ്ടി മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. വല്ലാഹു അംബതകും മിനൽ അർദി നബാത സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജാ വല്ലാഹു ജഅല ലക്കുമുൽ അർദ ബിസാത. ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചു. 71-ാം അധ്യായം 14, 15, 16, 17, 18 വചനങ്ങൾ. ഈ മണ്ണിൽ നിന്നൊരു മുളപ്പിക്കൽ, ശേഷം ഇന്ദ്രിയത്തിൽ നിന്ന്. ഖുർആൻ ആ കാര്യം പറയുന്നു. ആദ്യത്തെ മനുഷ്യൻ ആദാം കളിമണ്ണിന്റെ കുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്ത്. ഖുർആനിലെ 32-ാം അധ്യായം 9-ാമത്തെ വചനം. അങ്ങനെ ആ മണ്ണിലേക്ക്, ആ ശരീരത്തിലേക്ക്, ഭൗതിക ശരീരത്തിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിച്ചു. ആശ്ചര്യമോ വന്യശ്രുണോദി മൃതായ, ആത്മാവ് അല്ലേ? യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഖുർആനിലെ 17-ാം അധ്യായം 85-ാമത്തെ വചനം. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിൻ റൂഹിഹി വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ എന്ന മറ്റൊരു സ്ഥലത്ത് ഈ ആത്മാവിനെ സന്നിവേശിപ്പിച്ചു, കേൾവി നൽകി. ആത്മാവാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, ആത്മീയതയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. കപടാത്മീയതയല്ല, കാടുകേറിയ ആത്മീയതയല്ല, പ്രമാണ ബൗണ്ടറികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഋജുവായ സമ്യക്കായ ഒരു ആത്മീയത, ശരിക്കും മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആത്മീയത, കാരുണ്യത്തിന്റെ പ്രതീകമാക്കുന്ന ആത്മീയത, സ്നേഹത്തിന്റെ, അലിവിന്റെ, ആർദ്രതയുടെ, അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ പുതിയ രീതിശാസ്ത്രങ്ങൾ തേടുന്ന മഹാജന്മങ്ങളെ സൃഷ്ടിക്കുന്ന ആത്മീയത, ആത്മാവ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്ത്? വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ എന്ന് ഖുർആൻ 91-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനം. അവിടെ പറയുന്നത് ആത്മാവിനെ വ്യവസ്ഥപ്പെടുത്തിയ രീതി തന്നെയാണ് സത്യം. അതിന് ഫുജൂർ നൽകി, തഖ്വ നൽകി, സൂക്ഷ്മത നൽകി, തമ്മാടിച്ചവും രണ്ടും ഉണ്ട്. ആത്മാവിന് നന്നാവാം, ആത്മാവിലൂടെ കേടുവരികയും ചെയ്യാം. ഈ രണ്ടവസ്ഥാവിശേഷങ്ങളും, ഈ രണ്ട് സാഹചര്യങ്ങളുമുണ്ട്. ആത്മാവിനെ നന്നാക്കിയവൻ വിജയിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. ആത്മാവിനെ നന്നാക്കിയവൻ വിജയിച്ചു, ആത്മനിഷ്ഠ പാലിച്ചവൻ, ആത്മവിശുദ്ധി പാലിച്ചവൻ വിജയിച്ചു. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെട്ട ജീവി, അവൻ മതദർശനങ്ങളെ, തത്വശാസ്ത്രങ്ങളെ അവലംബമാക്കുമ്പോൾ മാനവികതയുടെ നിദർശനമായി അവൻ രൂപപ്പെടുകയാണ്. ആണ് മതം. അപ്പൊ ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, മനുഷ്യൻ, നിങ്ങൾക്കറിയാം 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജത്തെ അണ്ഡവുമായി കൂട്ടിച്ചേർത്തു.
അല്ലേ? അങ്ങനെയാ മനുഷ്യനുണ്ടായത് മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ സുമ്മ ഇന്നകും. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് എങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. സുമ്മ വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. സുമ്മ ഖലഖന നുത്ഫത അലഖ ഫഖലഖനൽ അലഖത മുളഅ ഫഖലഖനൽ മുളഅത ഇലാമ ഫഖസൗനൽ ഇലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ നാഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. ഖുർആനിലെ 23-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനം. തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളി, ആ ഇന്ദ്രിയത്തുള്ളിയെ സിക്താണ്ഡം, നമുക്കറിയാം ബീജവും മണ്ഡവും കൂടി ചേർന്നു 200 കോടി. ഒരു പുരുഷൻ ഒരു സമയത്ത് ശ്രവിക്കുന്ന 2 മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ 200 കോടി ബീജഗണങ്ങൾ. ആ 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജം അണ്ഡവുമായി അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന 200 കോടി ബീജഗണങ്ങളിലെ ഒരു ബീജമായിരുന്നില്ലേ നീ? ഖുർആന്റെ പെർഫെക്റ്റ് ആയ ചോദ്യം. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത കാലത്ത്, ഹ്യൂമൻ ഫിസിയോളജിയെ കുറിച്ച് അറിയാത്ത കാലത്ത്, ഗർഭപാത്രത്തെ കുറിച്ച് അറിയാത്ത കാലത്ത്, എംബ്രിയോളജിയെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത കാലത്ത്, നിരക്ഷരനായ പ്രവാചക പുങ്കവനിലൂടെ ലോകം ഓതിക്കെട്ട വചനങ്ങളിൽ 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്ത ബീജം അണ്ഡവുമായി കൂടിച്ചേർന്നു. ഇന്ന് ഖുർആൻ ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിൻ മാഇൻ ദാഫിക് യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്. വല്ലാത്ത പ്രയോഗം. ഖുർആനിലെ 85-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനം. ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ. ബാലേന്ദ്രനോട്, സുരേന്ദ്രനോട്, ദേവദാസിനോട്, കാർൽ മാക്സിനോട്, എംഗൽസിനോട്, ലെനിനോട്, മൊസോളിനിയോട്, അലക്സാണ്ടറിനോട്, എല്ലാരോടും അല്ല ചോദിക്കണ ചോദ്യമാണ്, എടോ മനുഷ്യ, നീ നിന്റെ സെറ്റിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? സെമിനൽ വെസിക്കിളിൽ നിന്ന്, നെഞ്ചെല്ലുകളുടെയും വാരിയെല്ലുകളുടെയും ഇടയിലെ സെമിനൽ വെസിക്കിളിൽ നിന്ന് ഇന്ദ്രിയത്തിന്റെ പ്രവാഹമുണ്ടായി. യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്. നെഞ്ചെല്ലുകളുടെയും വാരിയെല്ലുകളുടെയും ഇടയിൽ നിന്ന് ആ ഇന്ദ്രിയത്തെ പുറത്തു കൊണ്ടുവന്നു. അപാരമായ പ്രയോഗം. എംബ്രിയോളജി ലോകത്ത് പഠിച്ചവന് ഖുർആനിന്റെ പ്രയോഗത്തിൽ അത്ഭുതം തോന്നിപ്പോകും. 14 നൂറ്റാണ്ട് മുമ്പ് അറേബ്യയിൽ ജീവിച്ച്, ഇരുണ്ട യുഗത്തിൽ ജീവിച്ച്, ഊഷര ഭൂമിയിൽ ജീവിച്ച്, ഊഷര ഹൃദയം പേറിയ അറബ് ജനതയുടെ ഒട്ടക സഞ്ചാരത്തിനനുസരിച്ച് ജീവിച്ച ഒരു ജനതയെ സാംസ്കാരികതയുടെ ഉന്നത സോപാനങ്ങളിൽ കൊണ്ടുപോയി വെച്ച പ്രവാചക ചക്രവർത്തി ലോകത്തോട് ചോദിച്ച ചോദ്യങ്ങൾ. മനുഷ്യരെ, നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ എന്തായിരുന്നു? ഗർഭപാത്രത്തിൽ സുമ്മ ഖലഖന നുത്ഫത അലഖ ഫഖലഖനൽ മുളഅത ഇലാമ. എവിടെയൊക്കെ ഖുർആന്റെ പ്രയോഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നത് ആ ഇന്ദ്രിയത്തുള്ളിയെ ഒരു രക്തപിണ്ഡമാക്കി മാറ്റി, ആ രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കി മാറ്റി, ആ മാംസപിണ്ഡത്തെ അസ്ഥിക്കൂടം കൊണ്ട് അനാവരണം ചെയ്തു, ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞു, ഒരു നല്ല സൃഷ്ടിയാക്കി. എന്നിട്ട് വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. വല്ലാത്തൊരു പ്രയോഗം. ഖുർആനിലെ 16-ാം അധ്യായം 68-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് എന്താ പറയണേ? വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും. നിങ്ങളുടെ മാതാക്കളുടെ, നിങ്ങളുടെ ഉമ്മമാരുടെ, നിങ്ങളുടെ അമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഒന്നും അറിയാത്തവരായി, കരയുന്നവരായി, ഒന്നും അറിയാത്തവരായി. അല്ലേ? ഏതൊരു ജീവിയുടെ കുഞ്ഞും വെള്ളത്തിൽ വീണാ നീന്തിപ്പോരും. മനുഷ്യനോ മുങ്ങി മരിച്ചു പോകും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധ ശാസ്ത്രകാരനാണ് W. സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തെ കസേരയിൽ നിന്ന് ഇറക്കി വെള്ളത്തിലിട്ടാലോ മരിച്ചട് പോവും. മുങ്ങിയിട്ട് അങ്ങോട്ട് മരിക്കും. നീന്തറിയോ? എഴയാനറിയോ? ചലിക്കുവോ? ഇല്ല. നേരെ മറിച്ച് മഹാശാസ്ത്രകാരനാണ്. നേരെ മറിച്ച് പോത്തിനെ ഫുൾ ടൈം വെള്ളത്തിലിട്ടാലും ചത്തുവോ? ഇല്ല. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീനേക്കാളും നീന്തറിയുന്ന ജീവി പോത്താണ്. ജീവജാലങ്ങളാണ്, കോഴിയാണ്, പലതുമാണ്, പല ജീവികളുമാണ്. അതിന്റെ ഒന്നും കഴിവ് നമുക്കാർക്കും തന്നിട്ടില്ല. ചീച്ചപ്പുലിയുടെ വേഗത നമുക്ക് തന്നിട്ടില്ല. വവ്വാലുകളുടെ അവസ്ഥാവിശേഷങ്ങൾ നമുക്കില്ല. മൂങ്ങയുടെ കണ്ണിന്റെ കാഴ്ചശക്തി രാത്രികളിൽ നമുക്കില്ല. അങ്ങനെ പലതും നമുക്കില്ല, മറ്റു പലതിനെയും അപേക്ഷിച്ച്. എന്നാൽ നമുക്കൊന്നുണ്ട്. അതെന്താണ്? വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഫല്ലൽനാഹും അലാ കസീറൻ മിമ്മൻ ഖലഖനാ തഫ്ളീല. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, അവർക്ക് ബുദ്ധി നൽകിയിരിക്കുന്നു. മിമ്മൻ ഖലഖനാ തഫ്ളീല.
അവർക്ക് പദവികൾ നൽകിയിരിക്കുന്നു. 17-ാം അധ്യായം 70-ാമത്തെ വചനം. അതുകൊണ്ടാ ചോദിക്കുന്നത്, കാലത്തിൽ നിന്നൊരു കാലം, ഒന്നുമല്ലാത്ത, അഡ്രസ് ഇല്ലാത്ത, അല്ലേ? ഇന്ന് ഐഡന്റി കാർഡ് വേണം, ഇന്ന് ആധാർ കാർഡ് വേണം, അതൊരു അഡ്രസ്സാണ്. ഇന്ന ആളെ, ഇന്ന അച്ഛന്റെ, ഇന്ന അമ്മയുടെ, ഇന്ന വില്ലേജിലെ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെ, ഇന്ന ആള്, ഇന്ന വീട്ടുകാരൻ, ഇന്ന പോസ്റ്റ് ഓഫീസ്, ഇതൊക്കെ അഡ്രസ്സാണ്. ഈ അഡ്രസ് ഇല്ലാത്തൊരു കാലം ബാലേന്ദ്ര, ദേവദാസേ, സുമതി കുട്ടി, ആയിഷ, ആമിന, സുബേറെ, നിങ്ങൾക്കൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണം. മനുഷ്യൻ എന്ന മഹാ ബുദ്ധിജീവിയെ കുറിച്ച് ആലോചിക്കണം എന്ന് ഖുർആൻ. അവൻ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിഘടകം, ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ബുദ്ധിജീവി, ആഴക്കടലുകളുടെ അത്ഭുതങ്ങൾ നീന്തിയെടുത്ത് ലോകത്തിന്റെ മുമ്പിൽ ഡിസ്കവറി ചാനലിലൂടെ പകർന്നു കൊടുക്കുന്ന മഹാജീനിയസ്, അങ്ങനെ എന്തൊക്കെയുണ്ട് മനുഷ്യന് ചാർത്തി കൊടുക്കാൻ. ഈ മനുഷ്യൻ പോത്തിനെ പോലെ, കാളയെപ്പോലെ, പന്നിയെപ്പോലെ ചത്തു മണ്ണിന്റെ ഭാഗമാകും എന്ന് പറയുന്നവരോട് ചോദ്യമാണ് 38-ാം അധ്യായം. മനസ്സിലായോ? അപാരമായ ചോദ്യമാണ്. എന്താ ചോദ്യം? അല്ല, ലോകത്ത് തമ്മാടിത്തം ചെയ്ത് ജീവിച്ചവരും സർവതന്ത്ര സ്വതന്ത്രരായവരും സുഖലോലുവരും കഷ്ടപ്പാടുകളുടെ, നൊമ്പരങ്ങളുടെ, ത്യാഗങ്ങളുടെ, അനവധി പീഡനങ്ങൾ അനുഭവിച്ച നല്ലവരും സമാധാനത്തിന്റെ വക്താക്കളും തീവ്രവാദികളും ഒരേപോലെയാകുമോ? കൊന്നവരും കൊല്ലപ്പെട്ടവരും ഒരേപോലെയാകുമോ? ഹരേ റാം ഹരേ റാം എന്ന് പറഞ്ഞ് മരിച്ച ഗാന്ധിജിയും ഹരേ റാം എന്ന് പറഞ്ഞ് കൊന്ന ഗോഡ്സെയും തുല്യമാകുമോ? ഇറാഖിലും ഫലസ്തീനിലും ചെച്ചനിയയിലും കോസലോവയിലും ലബനാനിലും ഗാസയിലും സിറിയയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബോംബ് കൊണ്ടുപോയി തുപ്പിയ സാമ്രാജ്യത്വ ശക്തികളുടെ അജണ്ടകളും അവർ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടുകളും സമാധാനത്തിന്റെ ബാനറുകളിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന നരഹത്യകളും ലോകത്തെ മാനവ സമൂഹത്തിന്റെ ചരിത്രത്തിലെ കറുത്ത യുഗങ്ങളായി പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള യുദ്ധ പോരാട്ടങ്ങളും അതിനൊക്കെ വിധേയമായ നിരപരാധികളും ഒരേപോലെയാകുമോ? 27 നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് സർക്കാർ മുന്നിൽ വെച്ച, കോടതി മുന്നിൽ വെച്ച, ഇവിടുത്തെ പല നിയമങ്ങളും മുന്നിൽ വെച്ച 27 നിയമങ്ങളെ കാട്ടിൽ പറത്തിക്കൊണ്ട് പടക്കക്കമ്പം വെച്ച് പടക്കം പൊട്ടിച്ച് 113 പേരെ കൊന്നു ചാമ്പലാക്കിയവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് സാധ്യമല്ല. അവിടെ നീതിയുടെ ഒരു ലോകമുണ്ടാകണം, സത്യത്തിന്റെ ലോകമുണ്ടാകണം, ധർമ്മത്തിന്റെ ലോകമുണ്ടാകണം, ന്യായത്തിന്റെ ലോകമുണ്ടാകണം, വിജയത്തിന്റെ ലോകമുണ്ടാകണം, സമചിത്തതയുടെ ലോകമുണ്ടാകണം എന്നെല്ലാവരും പറയും. എല്ലാരും പറയണില്ലേ? എല്ലാരും ആഗ്രഹിക്കണില്ലേ? അത് ഉണ്ട്. എങ്കിൽ മനുഷ്യനാരാ? മനുഷ്യൻ എന്തിനേ ഈ ഭൂമുഖത്ത് കുറഞ്ഞ